Hi friends, welcome back to my channel, Sims Nurses Corner. As usual, നമ്മളുടെ കേരള PSC സ്റ്റാഫ് നഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാഫ് നഴ്സ് ക്വസ്റ്റ്യൻ്റെ എക്സാം ക്രാക്ക് പോയിന്റ്സ് ആണ് ഇപ്പം നമ്മൾ ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി 80 ഡേയ്സേ ഉള്ളൂ. മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ. നമുക്ക് എക്സാം ക്രാക്ക് പോയിന്റ്സിലേക്ക് പോകാം. ഓരോ പോയിന്റ്സ് ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ, പാർട്ട് ഓഫ് സെൽ ഇൻ വിച്ച് ഗ്ലൈക്കോളൈസിസ് ടേക്കിംഗ് പ്ലേസ്. That is, answer is cytoplasm. Part of cell in which glycolysis taking place, cytoplasmത്തിലാണ് glycolysis നടക്കുന്നത്. Okay. Then villi is found inside. Villi is found inside. Villi എന്താണ്? Structure that food particles അത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ വഴി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് villi എന്ന് പറയുന്നത്. ഓക്കെ, അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് കണ്ടുവരുന്നത്. ഓക്കെ, villi is found inside small intestine. Type of synovial joint present in knee. Type of synovial joint present in knee, that is hinge joint. ഇനി അതർ ജോയിൻറ്റ്സ് ഉണ്ടോ ഞാൻ പറഞ്ഞുതരാം. നീലുള്ള ജോയിൻറ്റ് ഹിഞ്ച് ജോയിൻ്റ് ആണ്. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കുക. നിസൽ ഗ്രാനുൾസ് പ്രസൻറ്റ് ഇൻ നെർവ് സെൽ. നിസൽ ഗ്രാനുൾസ് പ്രസൻറ്റ് ഇൻ നെർവ് സെൽസ്. ഇതാണ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ്സ്. നമുക്കൊന്ന് പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോക്കി പോകാം. ഷോൾഡറിലും അതുപോലെ തന്നെ ഹിപ്പ് ജോയിൻറ്റും ഇത് രണ്ടും ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. ഓക്കെ, ഷോൾഡർ ആസ് വെൽ ആസ് ഹിപ്പ്, ബോൾ ആൻഡ് സോക്കറ്റ്. ഇനി സെർവൈക്കൽ സ്പൈൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യില്ലേ, തല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റില്ല. അതിനെ പിവോട്ട് ജോയിൻ്റ് എന്നാണ് പറയുന്നത്. പിവോട്ട് ജോയിൻ്റ്. ഓക്കെ, പിവോട്ട് ജോയിൻ്റ്. നമ്മുടെ മുട്ടിൽ ഹിഞ്ച് ജോയിൻ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി കാർപ്പൽ ബോൺസിൽ ഗ്ലൈഡിങ് ജോയിൻ്റ് ആണ്. ഇനിയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആണ് റിസ്റ്റിലെ സാഡിൽ ജോയിൻ്റ്. ഓക്കെ, റിസ്റ്റ് സാഡിൽ ജോയിൻ്റ്, ബോൾ ആൻഡ് സോക്കറ്റ്, pivot joint, hinge joint, gliding joint, saddle joint. Okay. Next one, LH hormone, otherwise luteinizing hormone, have highest concentration during ovulation. Ovulation ടൈമിലാണ് LH ഹോർമോൺ ഹയസ്റ്റ്. LH ഓവുലേഷൻ്റെ സമയത്താണുള്ളതെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, LHO ഓവുലേഷൻ സമയത്തുള്ളതാണ് LH. ഓവുലേഷൻ സമയത്ത് ഇൻക്രീസ് ആയിരിക്കുന്ന ഹോർമോണും ചോദിക്കാറുണ്ട്. തിരിച്ചു വയ്ക്കുമ്പോഴത്തേക്ക് ലൂട്ടിനൈസിങ് ഹോർമോൺ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് വൺ, മോസ്റ്റ് അബണ്ടന്റ് ല്യൂക്കോസൈഡ് പ്രസന്റ് ഇൻ ബ്ലഡ്, ദാറ്റ് ഈസ് ന്യൂട്രോഫിൽ. മോസ്റ്റ് അബണ്ടന്റ് ല്യൂക്കോസൈഡ് പ്രസന്റ് ഇൻ ബ്ലഡ്, ദാറ്റ് ഈസ് ന്യൂട്രോഫിൽ. ഏതൊക്കെയാണ് ന്യൂട്രോഫിൽ? ഈസ്നോഫിൽ, ബേസോഫിൽ, മോണോസൈഡ്, ലിംഫോസൈഡ്. ഇങ്ങനെ 5 ല്യൂക്കോസൈഡ്സ് ആണ് ഉള്ളത്. ഇതിൽ ന്യൂട്രോഫിലാണ് ഹയസ്റ്റ് കോൺസെൻട്രേഷനിൽ കാണുന്നത്. ഓക്കെ, 50% എബോവ് ഉണ്ട്. നെക്സ്റ്റ് വൺ, gland attached to kidney, that is adrenal gland. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് adrenal gland, otherwise known as suprarenal gland. കിഡ്നിക്ക് എബോവ് ആയിട്ട് കാണുന്നതുകൊണ്ട് suprarenal gland എന്നാണ് അറിയപ്പെടുന്നത്. എമർജൻസി ടൈമിൽ ഈ adrenal gland ആണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഫ്ലൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയില്ലേ, അത് ഈ adrenal glandന്റെ ആക്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോവിയ അറ്റ് ദി ഐ ഓഫ് റെറ്റിന കണ്ടെയ്ൻസ്. ഫോവിയ നമുക്ക് ഐയിലാണുള്ളത്. അതിൻ്റെ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ഐ, അതായത് റെറ്റിന വരുന്ന പാർട്ടിലുള്ള ഒരു പോർഷനാണ് ഫോവിയ എന്ന് പറയുന്നത്. ഇതിനകത്ത് കോൺ സെൽസ് ആണുള്ളത്. ഓക്കെ, കോൺ സെൽസ് ആണുള്ളത്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഫോവിയയിൽ എന്താണ്, ഏത് സെൽസ് ആണ് കാണപ്പെടുന്നത്? അത് കോൺ സെൽസ് ആണ്. 2 ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്, റോഡ് സെൽസ് അതുപോലെ കോൺ സെൽസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കോൺ സെൽസ് CC എന്ന് ഓർത്ത് വയ്ക്കുക. കളർ വിഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് കോൺ സെൽസ്. ഓക്കെ, CC എന്ന് ഓർത്ത് വയ്ക്കുക. കോൺ സെൽസ് C ഉണ്ട്. ഓക്കെ, റോഡ് സെൽസ് ഡിം ലൈറ്റിന് ഹെൽപ്പ് ചെയ്യും. ഡിം ലൈറ്റ് വിഷന് ഹെൽപ്പ് ചെയ്യുന്നത് റോഡ് സെൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിഡിൽ ലെയർ ഓഫ് യൂട്രസ്. മിഡിൽ ലെയർ ഓഫ് യൂട്രസ് ഇസ് മയോമെട്രിയം. ഇത് സിമ്പിളാണ്, പക്ഷേ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരുമ്പോഴത്തേക്ക് അത് നമുക്ക് കൺഫ്യൂസ്ഡ് ആയിപ്പോവും. മനസ്സിലായോ? മയോമെട്രി അതുപോലെ തന്നെ പല ഓപ്ഷൻസ് വരും, അപ്പോൾ നമുക്ക് ആ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. 3 ലെയേഴ്സാണ് യൂട്രസിനുള്ളത്. ഔട്ടർ പെരികാർഡിയം, പെരിമെട്രിയം, myometrium and endometrium. Okay, perimetrium, myometrium and endometrium, inner layer. Okay, then oxyntic cells. Oxyntic cells എന്താണ്? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ സ്റ്റൊമക്കിൽ HCl പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ആണ് ഓക്സിൻറ്റിക് സെൽസ്. ഓക്കെ, HCl പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റൊമക് സെൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഓക്സിൻറ്റിക് സെൽസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹൈപ്പർഗ്ലൈസീമിക് ഹോർമോൺ. ഹൈപ്പർഗ്ലൈസീമിക് അതായത് ഹൈപ്പോഗ്ലൈസീമിയ വരുന്ന സമയത്ത് ബ്ലഡ് ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കോഗോൺ ആണ്. ഓക്കെ, ഗ്ലൂക്കോഗോൺ ആണ് ഹോർമോൺ, ഹൈപ്പർഗ്ലൈസീമിക് ഹോർമോൺ. ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെന്റൽ ഫോർമുല ഇൻ അഡൽട്ട് ഹ്യൂമൻ. ഡെന്റൽ ഫോർമുല ഇൻ അഡൽട്ട് ഹ്യൂമൻ 2123 bar 2123. ഇത് ഒരു സൈഡാണ്. ഓക്കെ,
അപ്പർ ബോൺ ഇങ്ങനെയാണ്, ലോവർ ബോൺ എന്നാണെങ്കിൽ ഇതിൻ്റെ ഒരു 1/2 ആണ് ഈ 2, 1, 2, 3 ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2, 1, 2, 3 × 2 എടുക്കണം. ടോട്ടൽ 32 ടീത്ത്സ് ആണ് ഉള്ളത് ഹ്യൂമൻ അഡൽട്ടിന്. ഓക്കെ, ഇനി ഇൻ കേസ് ഓഫ് ചിൽഡ്രൻ ആണെങ്കിൽ, അതായത് മിൽക്ക് ടീത്ത് ഉള്ള ചിൽഡ്രനിലെ 6 ഇയേഴ്സിന് ബിലോ ആയിട്ടുള്ള ചിൽഡ്രൻ്റെ മൗത്തിൻ്റെ ഡെൻറ്റൽ ഫോമുല എങ്ങനെയാണ്? 2102 ആണ്. ഓക്കെ, 2102/2102 ആണ്. ഇതെല്ലാം ഓർത്ത് വയ്ക്കണം. ഇതെല്ലാം ക്വസ്റ്റ്യൻസിന് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊക്കെയാണ് ഈ 2 ഇൻസിസസ്, 1 കനൈൻ, 2 പ്രീമോളാസ് ആൻഡ് 3 മോളാസ് അങ്ങനെയാണ്. ഓക്കെ, 2 ഇൻസിസസ്, 1 കനൈൻ, 2 പ്രീമോളാസ് ആൻഡ് 3 മോളാസ് അങ്ങനെയാണ് വരുന്നത്. ചിൽഡ്രൻ്റെ കാര്യത്തിൽ പ്രീമോളാസ് ആബ്സെൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് 2102 വരുന്നത്. 2 ഇൻസിസസ്, 1 കനൈൻ, 0 പ്രീമോളാസ് ആൻഡ് 2 മോളാസ്. ഓക്കെ, then Sertoli cells function. Sertoli cells function. Sertoli cells എവിടെയുള്ളതാണ്? ടെസ്റ്റിനകത്തുള്ള സെൽസ് ആണ് സെർട്ടോളി സെൽസ്. അതിൻ്റെ ഫംഗ്ഷൻ ന്യൂട്രീഷൻ ആണ്. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. സെർട്ടോളി സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ന്യൂട്രീഷൻ സപ്ലൈ ആണ്. ഓക്കെ, ദെൻ ബ്ലഡ് വെസൽസ് ക്യാരി ബ്രൈറ്റ് റെഡ് ബ്ലഡ് ഇൻ ഹെമറേജ്. ഹെമറേജിൻ്റെ ടൈമിൽ നമുക്ക് ബ്രൈറ്റ് റെഡ് ബ്ലഡ് വരുന്നത് ഏത് ബ്ലഡ് വെസൽ വഴിയാണെന്നുള്ളത് ആർട്ടറിയാണ്. ഓക്കെ, ആർട്ടറി. ബ്രൈറ്റ് റെഡ് ബ്ലഡ് വരുന്നത് ആർട്ടറിയാണ്. അത് ഓക്സിജനേറ്റഡ് ആയതുകൊണ്ടാണ്. ഓക്കെ, ആർട്ടറി. നെക്സ്റ്റ് ഫുഡ് ഡ്രോപ്പ്. ഫുഡ് ഡ്രോപ്പ് നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ പ്രൊലോങ്ഡ് ബെഡ് റെസ്റ്റ് ആയിട്ടുള്ള പേഷ്യൻ്റ് അല്ലെങ്കിൽ ഇമ്മൊബിലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻ്റ്, റെസ്ട്രിക്റ്റഡ് മൂവ്മെൻ്റ് ഉള്ളതായിട്ടുള്ള പേഷ്യൻറ്റിന് നമ്മുടെ ഫുട്ട് നമ്മുടെ സ്ട്രെയിറ്റ് വെക്കുന്നതിന് പകരം ഫുട്ട് താഴത്തേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഞാൻ ഒരു പിക്ചർ കാണിച്ചിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ ഫുഡ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സബ്സ്റ്റൻസ്, ഒരു വുഡ് പ്ലേറ്റൊക്കെ വെച്ച് കൊടുക്കും. അല്ലെങ്കിൽ അതിനൊരു പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു സ്പ്ലിൻറ്റ് വെച്ച് കൊടുക്കും. ഓക്കെ, ഫുഡ് ഡ്രോപ്പ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പ്ലിൻറ്റ് അറ്റാച്ച് ചെയ്ത് വയ്ക്കും. അല്ലെങ്കിൽ ഒരു വുഡ് ആ പേഷ്യൻ്റെ ഫുഡിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുക്കും. അതൊക്കെയാണ് നമ്മൾ ഫുഡ് ഡ്രോപ്പ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഗ്യാവേജ്. വാട്ട് ഈസ് ഗ്യാവേജ്? Fluid and nutrients introduced into the stomach through a tube when the patient unable to eat food. Okay, fluid and nutrients introduced into the stomach through a tube when the patient unable to NG tube അങ്ങനെയുള്ള, അതായത് നമ്മുടെ പേഷ്യൻ്റ് അണേബിൾ സ്വന്തമായിട്ട് കഴിക്കാൻ വോളണ്ടറി ആയിട്ട് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രാ ഇൻഡിക്കേഷൻ ഉള്ള സമയത്ത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ട്യൂബ് വഴി ഫുഡ് കൊടുക്കുന്ന ഒരു കണ്ടീഷനാണ് ഗ്യാവേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാവേജ് എന്താണ്? ലാവേജ് വാഷിംഗ് ഓഫ് ബോഡി ക്യാവിറ്റി. എക്സാമ്പിൾ സ്റ്റൊമക്ക് വാഷ് നമ്മൾ ചെയ്യൂലേ, നമ്മൾ ഒരു പോയ്സണിങ് ഒക്കെ വരുമ്പോൾ ചാർക്കോൾ കൊണ്ട് നമ്മൾ സ്റ്റൊമക്ക് വാഷ് ഒക്കെ ചെയ്യില്ലേ, നമ്മൾ ആസിഡ് പോയ്സണിങ് എന്തോ വന്നാലും നമ്മൾ പോയ്സണിങ് സമയത്ത് സ്റ്റൊമക്ക് വാഷ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനാണ് ലാവേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ്. ഇത് കൺഫ്യൂസ്ഡ് ആയിട്ട് തന്നെ വരും. അതുകൊണ്ടാണ് 2 ടേംസ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫുഡ് ഡ്രോപ്പ്. നോർമൽ ഫുഡ് തന്നെ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഫുഡ് ഇങ്ങനെ താഴത്തേക്ക് ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു ബലമില്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഫുഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വജൈനൽ ഡൗച്ച്. വാഷിംഗ് ഓർ ക്ലെൻസിങ് ഓഫ് വജൈന ആഫ്റ്റർ മെൻസുറേഷൻ ഓർ ഇൻ്റർകോഴ്സ്. ഓക്കെ, വജൈന വാഷ് ഔട്ട് ചെയ്യുന്നതിനാണ് വജൈനൽ ഡൗച്ച് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, മെൻസുറേഷൻ, എക്സാമ്പിൾ മെൻസുറേഷൻ അല്ലെങ്കിൽ ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ വജൈനൽ ഡൗച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എനിമ. വാട്ട് ഈസ് എനിമ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇൻസ്റ്റലേഷൻ ഓഫ് സൊല്യൂഷൻ ഇൻ ടു ദ ലോവർ ബവൽ ആൻഡ് റെക്ടം. ഇൻസ്റ്റലേഷൻ ഓഫ് സൊല്യൂഷൻ ഇൻ ദ ലോവർ ബവൽ ആൻഡ് റെക്ടം. ഇത് നമ്മൾ ക്വസ്റ്റ്യൻസിൽ തരുമ്പോൾ ഏകദേശം ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് തരും. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഞാൻ ഈ പോയിന്റ് ഇങ്ങനെ എടുത്ത് തന്നിരിക്കുന്നത്. എനിമ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇൻസ്റ്റലേഷൻ ഓഫ് സൊല്യൂഷൻ ഇൻ ടു ദി ലോവർ ബവൽ ആൻഡ് റെക്ടം ഈസ് കാൾഡ് എനിമ. നെക്സ്റ്റ് വൺ ഡോട്ട്സ്. ഡോട്ട്സ് എന്താണ്? ഡയറക്റ്റ് ഒബ്സർവ്ഡ് ഷോർട്ട് കോഴ്സ് ട്രീറ്റ്മെൻറ്റ് റെജിമൻ പ്ലസ് പ്രോഗ്രാം ലോഞ്ച്ഡ് ഇൻ ഇയർ 2007. ഇത് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. 2007 ഡോട്ട്സ് തെറാപ്പി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്യൂബർക്ലോസിന് വേണ്ടിയുള്ള തെറാപ്പിയാണ്. അതായത് ഡയറക്റ്റ് ഒബ്സർവ് ചെയ്ത് പേഷ്യൻറ്റ് എന്തിനാണ് കൊടുക്കുന്നത്, മെഡിസിൻ കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു കണ്ടീഷനാണ്, ഒരു ട്രീറ്റ്മെൻറ്റാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 1 gram പ്രോട്ടീൻ ഗീവ്സ് 4 kcal ആണ്. ഓക്കെ, 1 gram പ്രോട്ടീൻ 4 kcal ഈക്വൽ ആണ്. അതുപോലെ 1 gram ഫാറ്റ് 9 kcal ഈക്വൽ ആണ്. ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 1 gram എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത്. 1 gram പ്രോട്ടീൻ 4 kcal, 1 gram ഫാറ്റ് 9 kcal ആണ് തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ
ഹെംലിച്ച് മാനുവർ. എന്താണ് ഹെംലിച്ച് മാനുവർ എന്നുള്ളത്? നമ്മൾ ചോക്കിങ്ങിൻ്റെ സമയത്ത് അബ്ഡോമിനൽ ത്രസ്റ്റ് മുകളിലേക്ക്, അതായത് അബ്ഡോമിനൽ ത്രസ്റ്റ് കൊടുക്കുന്നതാണ്. അതായത് പേഷ്യൻ്റെ ലങ്സിൽ പിടിച്ച് നല്ല പ്രഷർ കൊടുക്കുന്ന സമയത്ത് മുകളിലേക്ക് കഫ് വന്നിട്ട് ആ ചോക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഫോറിൻ ബോഡി പുറത്തേക്ക് പോകുന്നു. ഈ ഒരു പ്രൊസീജിയറാണ് ഹെംലിച്ച് മാനുവർ എന്ന് പറയുന്നത്. ഓക്കെ, ചോക്കിങ്ങിന് കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. എയർ പുഷ് ചെയ്തിട്ട് ലങ്സ് ഫോഴ്സ്ഫുള്ളി നമ്മൾ മുകളിലേക്ക് പ്രഷർ കൊടുക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകും, ഫോറിൻ ബോഡി പുറത്തേക്ക് പോകുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ഹെംലിച്ച് മാനുവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ നമുക്കെല്ലാം അറിയാം. പ്രോസസ് ഓഫ് ഡിസ്ട്രോയിങ് ഓൾ ടൈപ്സ് ഓഫ് പാത്തോജനിക് ആൻഡ് നോൺ പാത്തോജനിക് ഓർഗാനിസം ഇൻക്ലൂഡിങ് വൈറസ് ആൻഡ് സ്പോർട്സ്. ഓക്കെ, ഒന്നുമില്ല, പാത്തോജനിക് ഓർഗാനിസത്തിന് ഏത് പാത്തോജനിക് ആയാലും നോൺ പാത്തോജനിക് ആയാലും എല്ലാ മൈക്രോ ഓർഗാനിസത്തിനും ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സിൻ്റെ കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരാണ് സ്റ്റെറിലൈസേഷൻ. ഇനി ഓട്ടോക്ലേവിംഗ് എന്താണ്? ഓട്ടോക്ലേവിംഗ് നമ്മൾ വർക്ക് ചെയ്യുന്നത് പ്രഷർ പ്രിൻസിപ്പിളിലാണ്. അതായത് പ്രഷർ കൂടുന്നതനുസരിച്ച്, വാട്ടറിൻ്റെ പ്രഷർ കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നു. പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നുള്ള പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഉള്ളതാണ്. പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, അതായത് വാട്ടറിൻ്റെ പ്രഷർ കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ റൈസ് ആവും. ടെമ്പറേച്ചർ റൈസ് ആവുന്ന സമയത്ത് മൈക്രോ ഓർഗാനിസത്തിന് ഡെത്ത് ആവുന്നു. ഇതാണ് ഓട്ടോക്ലേവിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, സ്റ്റെറിലൈസേഷൻ മെത്തേഡ് അണ്ടർ ഹൈ പ്രഷർ സ്റ്റീം വെച്ചാണ് ചെയ്യുന്നത്. അതിന് ടെമ്പറേച്ചർ യൂഷ്വലി 121 ഡിഗ്രി സെൽഷ്യസിലാണ് ചെയ്യുന്നത്. ഇനി ചെക്കിംഗ് പ്രസൻസ് ഓഫ് ബാസിലസ് സ്റ്റീറോതെർമോഫിലസ് ആണ്. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അതായത് ഓട്ടോക്ലേവിംഗ് കംപ്ലീറ്റ് ആയോ എന്ന്, അതായത് കറക്റ്റ് ആണോ എന്നുള്ളത്. ഇനി ബാക്ടീരിയാസ് ഒന്നും അവൈലബിൾ, ഇനി ബാക്ടീരിയാസ് ഒന്നും പ്രസൻറ്റ് ഇല്ലാന്ന് കണ്ടുപിടിക്കുന്നത് നമ്മൾ ബാസിലസ് സ്റ്റീറോതെർമോഫിലസ് എന്നുള്ള ബാക്ടീരിയ പ്രസൻറ്റ് ആണോ നോക്കിയിട്ടാണ്. കാരണം ഇത് ഹൈ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയയാണ്. അപ്പോൾ ഈ ബാസിലസ് ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഓർഗാനിസംസ് ഡെത്ത് ആയിക്കാണ് ഓൾറെഡി. ഓക്കെ, നെക്സ്റ്റ് വൺ, ബാക്ടീരിയോസ്റ്റാറ്റിക് ആൻഡ് ബാക്ടീരിയോസിഡൽ. ഓക്കെ, ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ബാക്ടീരിയോസ്റ്റാറ്റിക്കും ബാക്ടീരിയോസിഡൽ. ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ടീരിയയുടെ ഗ്രോത്ത് റെസ്ട്രിക്റ്റ് ചെയ്യും, കില്ല് ചെയ്യത്തില്ല. ഗ്രോത്ത് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ഡിസിൻഫെക്ഷൻ നമ്മൾ ഡെറ്റോൾ, സാവലോൺ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ബാക്ടീരിയോസ്റ്റാറ്റിക്കും ഉണ്ട്, ബാക്ടീരിയോസിഡലും ഉണ്ട്. ഓക്കെ, ഇനി ബാക്ടീരിയോസിഡൽ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയെ കില്ല് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ബാക്ടീരിയോസിഡൽ എന്ന് പറയുന്നത്. ഓക്കെ, സിഡൽ എന്ന് ഓർക്കുമ്പോൾ കില്ലിംഗ് എന്ന് ഓർത്ത് വയ്ക്കുക. സിഡൽ കില്ലിംഗ്, അങ്ങനെ അതേയുള്ള എളുപ്പവഴി. കിൽസ് ഇതിനകത്ത് ഇല്ല വരുന്നുണ്ട്, സിഡൽ കില്ലിംഗ്. ഓക്കെ, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് അല്ലെങ്കിൽ നമുക്ക് പേര് വെക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഗ്രോത്ത് പിന്നെ ഇല്ല. ആ ഒരു ഗ്രോത്തിൽ ഇപ്പോൾ ഉള്ളൊരു ഗ്രോത്ത് അങ്ങനെ നിൽക്കുന്നു, അതാണ് സ്റ്റാറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഡിസിൻഫെക്ഷൻ, പ്രോസസ് ഓഫ് കില്ലിംഗ് ഓർ ഇനാക്ടിവേറ്റിംഗ് മൈക്രോ ഓർഗാനിസം യൂസിങ് ഡിസിൻഫെക്റ്റൻസ് സച്ച് ആസ് കെമിക്കൽസ്. എക്സാമ്പിൾ ക്ലോറിനേഷൻ, UV ലൈറ്റ് എക്സെട്ര. ഡിസിൻഫെക്ഷൻ എന്ന് വെച്ചാൽ കെമിക്കൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഈസി മെത്തേഡ് ആണെങ്കിലും പക്ഷെ നമ്മൾ പോപ്പുലർ അത്ര എൻകറേജ് ചെയ്യുന്നില്ല. കാരണം എന്താണ്, ഫുൾ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ അധികം എൻകറേജ് ചെയ്യിക്കാത്ത ഒരു പ്രോസസ്സാണ് ഈ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിൽ ക്ലോറിനേഷനൊക്കെ അത് ചെയ്തേ പറ്റുള്ളൂ. ലാർജ് എമൗണ്ട് ചെയ്യാൻ നേരത്ത് നമുക്കത് വെള്ളിലെ വാട്ടർ മൊത്തത്തിലെടുത്ത് നമുക്ക് ചൂടാക്കി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസിൽ അത് ക്ലോറിനേഷനൊക്കെ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇൻക്യുബേഷൻ പീരീഡ്. ഇൻക്യുബേഷൻ പീരീഡ് നമുക്കെല്ലാം അറിയാം. ഇന്റർവൽ ബിറ്റ്വീൻ എൻട്രൻസ് ഓഫ് പാത്തജൻ ഇൻ ടു ദി ബോഡി ആൻഡ് അപ്പിയറൻസ് ഓഫ് ഫസ്റ്റ് സിംറ്റം. ഓക്കെ, എൻട്രൻസ് മുതൽ ഫസ്റ്റ് സിംറ്റം വരെയുള്ളതാണ് ഇൻക്യുബേഷൻ പീരീഡ്. ഇൻക്യുബേഷൻ പീരീഡ് എൻട്രൻസ് മുതൽ ഫസ്റ്റ് സിംറ്റം വരെ. ഓക്കെ, നെക്സ്റ്റ് വൺ ഡാൻഡ്രഫ്. ഡാൻഡ്രഫ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എക്സസീവ് ഷെഡിങ് ഓഫ് സ്കാൽപ്പ് സ്കിൻ ആണ് ഡാൻഡ്രഫ്. എക്സസീവ് ഷെഡിങ് ഓഫ് സ്കാൽപ്പ് സ്കിൻ. Next one, convalescent stage. Convalescent stage, gradual recovery of health and strength after illness or injury. ഒരു ഡിസീസ് അല്ലെങ്കിൽ ഒരു ഇൽനെസ് അല്ലെങ്കിൽ ഇഞ്ചുറി കഴിഞ്ഞിട്ട് നമ്മൾ പഴയ ഒരു ഹെൽത്തിലേക്ക് റിക്കവർ ചെയ്യുന്ന അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കൺവാലസൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, കൺവാലസൻറ്റ് സ്റ്റേജ് ഇത് ഓർത്ത് വയ്ക്കുക, ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് കൺവാലസൻറ്റ് സ്റ്റേജ്. ഇനി ബാക്ടീരിയസിഡൽ TB ഡ്രഗ്സ്. ബാക്ടീരിയസിഡൽ TB ഡ്രഗ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. ബാക്ടീരിയസിഡൽ എന്ന് പറഞ്ഞാൽ കില്ല് ചെയ്യുന്നത്, ബാക്ടീരിയസിനെ കില്ല് ചെയ്യുന്ന TB ഡ്രഗ്സ് ഏതൊക്കെയാണെന്നുള്ളത്. റിഫാംപിസിൻ, പൈറസിനമൈഡ്, INH. റിഫാംപിസിൻ, പൈറസിനമൈഡ്, INH. ഇനി ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ഒക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം, വരുന്നുണ്ട് പുറകെ.
ഇൻ റിഫാംപിസിൻ, പൈറസിനമൈഡ്, INH ഇതെല്ലാം ബാക്ടീരിയസിഡലാണ്. ഇനി ഏതാണ് ബാക്ടീരിയസിഡൽ അല്ലാത്തത് എന്ന് ചോദിച്ചാൽ അത് എത്താംബ്യൂട്ടലാണ്. ഓക്കെ, എത്താംബ്യൂട്ടൽ ബാക്ടീരിയസിഡൽ TB ഡ്രഗ് അല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ അത്ലറ്റ്സ് ഫുഡ് ഓർ ടീനിയ പെഡിസ്. അത്ലറ്റ്സ് ഫുഡ് ഓർ ടീനിയ പെഡിസ് എന്ന് ഓർത്ത് വയ്ക്കുക. ഈ വേർഡ് കേട്ടാൽ നമുക്ക് അതിൻ്റെ ഫംഗൽ ഇൻഫെക്ഷൻ ബിറ്റ്വീൻ ടോസ് ആൻഡ് ഫുട്ട് ആണ്. നമുക്കത് പെട്ടെന്ന് കിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അത്ലറ്റ്സ് ഫുഡ് ടീനിയ പെഡിസ് എന്നറിയപ്പെടുന്നു. അത് ഫംഗൽ ഇൻഫെക്ഷൻ ബിറ്റ്വീൻ ടോസ് ആൻഡ് ഫുട്ട്. ഓക്കെ, ടോസ് ഓഫ് ഫുട്ട്, ഫുട്ടിലെ ടോസിൻ്റെ ഇടയ്ക്ക് വരുന്ന ഫംഗൽ ഇൻഫെക്ഷനെയാണ് അത്ലറ്റ്സ് ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദി ഫൗണ്ടർ ഓഫ് മോഡേൺ നഴ്സിൻ്റെ ഫൗണ്ടർ നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ, ഷീ ഈസ് ആൾസോ നോൺ ആസ് ലേഡി വിത്ത് എ ലാമ്പ്. ഓക്കെ, ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ നഴ്സസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. May 12th ആണ്. ഓക്കെ, ഇനി ഫൗണ്ടർ ഓഫ് പബ്ലിക് ഹെൽത്ത് നഴ്സിംഗിൻ്റെ ഫൗണ്ടർ ലിലിയാൻ വേൾഡ് ആണ്. ഓക്കെ, കുറച്ച് കമ്മ്യൂണിറ്റി ടോപ്പിക്സ് ആണ്, ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നതാണ്, അതുകൊണ്ടാണ് കുറച്ച് ഡ്രൈ ആണ്, എന്നാലും ഒന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. പബ്ലിക് ഹെൽത്ത് നഴ്സിംഗിൻ്റെ ഫൗണ്ടർ ലിലിയാൻ വേൾഡ്. അതായത് പറഞ്ഞ നഴ്സസ് ഡേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് May 12th ആണ്. ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ബർത്ത്ഡേ ആണ് അന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്, നഴ്സസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ സെൽഫ് കെയർ ഡെഫിസിറ്റ് തിയറി. ഫസ്റ്റ് വൺ ഈസ് ആരാണ് ഐഡൻറ്റിഫൈ ചെയ്തത്? ഡൊറോത്തിയ ഓറ. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു എയിംസിലുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നത്. ഓക്കെ, സെൽഫ് കെയർ ഡെഫിസിറ്റ് തിയറി, ഡൊറോത്തിയ ഓറ. ഇനി TNAI, Trained Nurses Association of India, established in the year 1909. Trained Nurses Association of India, established in the year 1909. Okay. Professional negligence is a malpractice. Professional negligence എന്താണ്? നമ്മൾ നേഴ്സ് ഒരു മെഡിസിൻ കൊടുക്കാൻ മറന്നു പോവുക, അതൊക്കെയാണ് നെഗ്ലിജൻസ് ആണ്. അതൊരു മാൽ പ്രാക്ടീസ് ആയിട്ടാണ് കാണുന്നത്. പ്രൊഫഷണൽ നെഗ്ലിജൻസ് എപ്പോഴും ഒരു മാൽ പ്രാക്ടീസ് ആണ്. അതിന് നമ്മൾ ഉത്തരം കൊടുത്തേ മതിയാകും. കേസിൽ കോർട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന് ഉത്തരം കണ്ടെത്തി കൊടുക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, റാഷണൽ റീസൺ കണ്ടെത്തണം. ഒരു മാൽ പ്രാക്ടീസ് ആണ് പ്രൊഫഷണൽ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ, ഗുഡ് സാമറിറ്റൻ ആക്ട് പ്രൊട്ടക്ട്സ്. ഗുഡ് സാമറിറ്റൻ ആക്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനാണ്. ഓക്കെ, ഗുഡ് സാമറിറ്റൻ ആക്ട് പ്രൊട്ടക്ട്സ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ. ഓക്കെ, നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു എബ്രഹാം മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്സ്. According to Abraham Maslow hierarchy of needs, topmost achievement ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. ഓക്കെ, സെൽഫ് ആക്ച്വലൈസേഷൻ. ഓക്കെ, സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ടോപ്പ് മോസ്റ്റിൽ വരുന്നത്. ഇനി താഴെ ഏറ്റവും ബേസ് ആയിട്ടുള്ളതിൽ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. അതിനകത്ത് നമ്മൾ ബ്രീത്തിങ്, ഫുഡ്, വാട്ടർ, സെക്സ്, സ്ലീപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. സെക്കൻഡ് സ്റ്റേജ് സേഫ്റ്റിയാണ്. സേഫ്റ്റി. സേഫ്റ്റിയിൽ ഏതൊക്കെയാണ് വരുന്നത്? നമ്മുടെ മൊറാലിറ്റി, ഫാമിലി, ബോഡി സെക്യൂരിറ്റി, അതൊക്കെയാണ് സേഫ്റ്റിയിൽ വരുന്നത്. ഓക്കെ, തേർഡ് വൺ, ലവ് ആൻഡ് ബിലോങ്ങിങ്സ്. ഫസ്റ്റ് വൺ ഫിസിയോളജിക്കൽ ആണ്. അത് കഴിഞ്ഞിട്ട് സേഫ്റ്റി, അത് കഴിഞ്ഞ് ലവ് ഓർ ബിലോങ്ങിങ്സ്. അത് നമ്മൾ ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി, സെക്ഷൽ ഇൻറ്റിമസി, ഇതെല്ലാം ലവ് ഓർ ബിലോങ്ങിങ്സ് വരുന്നു. നെക്സ്റ്റ് വൺ സെൽഫ് എസ്റ്റീം. ഓക്കെ, അതിനകത്ത് നമ്മൾ കോൺഫിഡൻസ്, അച്ചീവ്മെൻറ്റ് ഇതെല്ലാം വരുന്നത് സെൽഫ് എസ്റ്റീമിലാണ്. നെക്സ്റ്റ് വൺ ഈസ് സെൽഫ് ആക്ച്വലൈസേഷൻ. പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, ലാക്ക് ഓഫ് പ്രിജുഡൈസ്, അക്സെപ്റ്റൻസ് ഓഫ് ഫാക്ട്സ്, എന്നൊക്കെ ആ ഒരു ഇതെല്ലാം വരുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ. അതാണ് നമ്മുടെ ടോപ്പ് മോസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. 5 അച്ചീവ്മെന്റ്സ് ആണുള്ളത്. ഫിസിയോളജിക്കൽ, സേഫ്റ്റി, ലവ് ഓർ ബിലോങ്ങിങ്, സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി ഈസ് ഫാമിലി. എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി ഈസ് ഫാമിലി. നെക്സ്റ്റ് വൺ, അബ്രിവേഷൻ ഓഫ് Q3H. അതെന്താണ്? 3 hourly ആണ് കാണിക്കുന്നത്. 3 hourly, എവറി 3 hourly നമ്മൾ മെഡിസിൻ കൊടുക്കണം. ഒരു മെഡിസിൻ Q3H എന്ന് പറഞ്ഞാൽ എവറി 3 hourly കൊടുക്കാനുള്ളതാണ്. അല്ലെങ്കിൽ ഒരു സ്റ്റീം ഇൻഹലേഷൻ 3 hourly. Q3H പറഞ്ഞാൽ 3 hourly. Q8H ആണെങ്കിൽ 8 hourly. Q24H ആണെങ്കിൽ once daily. അങ്ങനെയാണ് അതിൻ്റെ പോകുന്നത്, എല്ലാവർക്കും അറിയാമായിരിക്കും. നെക്സ്റ്റ് വൺ, കാർഡിനൽ സയൻസ് ഓഫ് ബോഡി. ഏതൊക്കെയാണ്? നമ്മുടെ വൈറ്റൽ സൈൻസ് ആണ്. ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, BP. ഓക്കെ, 5th വൈറ്റൽ സൈൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സാച്ചുറേഷൻ ആണ്. അതല്ലെങ്കിൽ പെയിൻ.
ഓക്കെ, പെയിൻ അല്ലെങ്കിൽ സാച്ചുറേഷൻ. ICU പേഷ്യൻ്റ് ആണെങ്കിൽ സാച്ചുറേഷൻ മസ്റ്റാണ് 5th വൈറ്റൽ സൈൻ ആയിട്ട് നോക്കുന്നത്. പെയിൻ നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം പെയിൻ എപ്പോഴും സബ്ജക്റ്റീവ് ഡേറ്റ ആണ്. സബ്ജക്റ്റീവ് ഡേറ്റ എന്താണ്? പേഷ്യൻ്റ് ടെല് ചെയ്യുന്നതാണ്. പേഷ്യൻ്റ് പെയിൻ കൂടുതലെന്നോ കുറയുന്നോ പറയുന്നത് അത് നമ്മൾ അസസ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളെപ്പോഴും പെയിനെ കാണാറില്ല, എങ്കിലും 5th വൈറ്റൽ സൈൻ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, Mycobacterium tuberculosis is discovered by Robert Koch. Mycobacterium tuberculosis is discovered by Robert Koch. Okay, Robert Koch. TB ബാക്ടീരിയ റോബർട്ട് കോച്ച് ആണ്, അതുകൊണ്ടാണ് കോച്ച് ഡിസീസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, കോച്ച് ഡിസീസ് എന്നാണ് TB അതർവൈസ് നോൺ ആസ് കോച്ച് ഡിസീസ്. നെക്സ്റ്റ് വൺ AFB പോസിറ്റീവ്, അതായത് എത്ര AFB ഒരു ml ഉണ്ടെങ്കിൽ നമുക്ക് AFB ആ സാമ്പിൾ പോസിറ്റീവ് ആണെന്ന്. ആസിഡ് ഫസ്റ്റ് ബാസിലെയാണ് AFB എന്ന് പറയുന്നത്, ആസിഡ് ഫസ്റ്റ് ബാസിലെ സ്ട്രെയിൻ. ഓക്കെ, അത് എത്ര മൈക്രോ ഓർഗാനിസം? 10,000 മൈക്രോ ഓർഗാനിസം പെർ ml അടിക്കണം. ഓക്കെ, 10,000 AFB പെർ ml ആവുകയാണ് അത് പോസിറ്റീവായിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിക്കലി നോക്കുമ്പോൾ അത്രയും വരുമ്പോഴാണ് നമ്മൾ പോസിറ്റീവായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത്. ഡോട്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞു. നെക്സ്റ്റ് TB ട്രീറ്റ്മെൻറ്റ് അണ്ടർ RNDCP, റിവേഴ്സ്ഡ് നാഷണൽ ട്യൂബർകുലോസിസ് കൺട്രോൾ പ്രോഗ്രാം. ഓക്കെ, TB ട്രീറ്റ്മെൻറ്റ് ആണ്. ഡോട്ട്സ് തെറാപ്പി എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒബ്സർവ് ചെയ്തുകൊണ്ട് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് ഡോട്ട്സ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ് ലൈൻ TB ഡ്രഗ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് ലൈൻ TB ഡ്രഗ്സ് ഐസോനിയാസിഡ്, റിഫാംബിസിൻ, എത്താംബ്യൂട്ടൽ, പൈറസിനമൈഡ്, സ്ട്രെപ്റ്റോമൈസിൻ. ഓക്കെ, സ്ട്രെപ്റ്റോമൈസിൻ IM ആണ്, അതുകൊണ്ട് നമ്മൾ യൂഷ്വലി ഓറൽ ടാബ്ലറ്റ്സ് ആണ് കൊടുക്കാറ്. ഐസോനിയാസിഡ്, റിഫാംബിസിൻ, എത്താംബ്യൂട്ടൽ, പൈറസിനമൈഡ്. ഓക്കെ, നമുക്ക് ആ ഡ്രഗ്സ് ഒന്ന് നോക്കിയപ്പോൾ അതിനെക്കുറിച്ച് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ട്, അത് എപ്പോഴും ചോദിക്കുന്നതാണ്, അതുകൊണ്ടാണ്. ഇതുണ്ടോ, നേരത്തെ ഞാൻ ബാക്ടീരിയ സിഡലിൻ്റെ കാര്യം പറഞ്ഞു. ആകെ എത്താംബ്യൂട്ടോൾ മാത്രം ബാക്ടീരിയ സിഡൽ സ്റ്റാറ്റിക് ഉള്ളത്, ബാക്കിയെല്ലാം ബാക്ടീരിയ സിഡലാണ്. ഓക്കെ, ബാക്ടീരിയലിനെ കൊല്ലുന്ന മെഡിസിൻസ് ആണ്. ഓക്കെ, ഈ റൂട്ട് സ്ട്രെപ്റ്റോമൈസിൻ മാത്രമേ IM, ബാക്കിയെല്ലാം ഓറലിയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ഒന്ന് നോക്കാം. ഐസോനിയാസിഡ് ഹെപ്പാറ്റോടോക്സിസിറ്റി അല്ലെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാക്കും. ഓക്കെ, ഐസോനിയാസിഡ് ഹെപ്പാറ്റോടോക്സിസിറ്റി ആൻഡ് പെരിഫറൽ ന്യൂറോപ്പതി. ഈ പെരിഫറൽ ന്യൂറോപ്പതി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസോനിയാസിഡ് കൊടുക്കുന്ന പേഷ്യൻറ്റിന് വൈറ്റമിൻ B6 അതായത് പിരിഡോക്സിൻ ഇങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ആണ്. പിരിഡോക്സിൻ സപ്ലൈ ചെയ്യുന്നത് എന്തിനെന്ന് ചോദിക്കുക, അത് പെരിഫറൽ ന്യൂറോപ്പതി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി റിഫാംബിസിൻ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഹെപ്പാറ്റോടോക്സിസിറ്റി ഉണ്ടാക്കും. അതുപോലെ തന്നെ സ്വെറ്റ്, യൂറിൻ, സലൈവ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വെറ്റ്, യൂറിൻ, സലൈവയിൽ റെഡിഷ് അല്ലെങ്കിൽ ഓറഞ്ച് ഡിസ്കളറേഷൻ ഉണ്ടാക്കും. നിങ്ങൾക്ക് വീഡിയോ ഇമേജ് ക്ലിയർ ആവുന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കുക കേട്ടോ. റിഫാംബിസിന് റെഡിഷ് ഓറഞ്ച് ഡിസ്കളറേഷൻ, ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. റെഡിഷ് ഓറഞ്ച് ഡിസ്കളറേഷൻ ഉണ്ടാക്കുന്ന മെഡിസിൻ റിഫാംബിസിൻ ആണ്. RR ഓർത്ത് വയ്ക്കുക, റിഫാംബിസിൻ, റെഡിഷ് ഓറഞ്ച് ഡിസ്കളറേഷൻ, റിഫാംബിസിൻ. നെക്സ്റ്റ് വൺ എത്താംബ്യൂട്ടൽ നമ്മൾ പെരിഫറൽ ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ആണ് ഉണ്ടാക്കുന്നത്. വിഷനെയാണ് ബാധിക്കുന്നത് എത്താംബ്യൂട്ടൽ. ഓക്കെ, നെക്സ്റ്റ് വൺ പൈറസിനമൈഡ് ഹെപ്പാറ്റോടോക്സിസിറ്റി തന്നെയാണ്, അതുപോലെ തന്നെ ഗൗട്ട് ഉണ്ടാക്കും, ഹെപ്പാറ്റോടോക്സിസിറ്റി. നെക്സ്റ്റ് വൺ സ്ട്രെപ്റ്റോമൈസിൻ ഓട്ടോടോക്സിക് ആണ്. ഓക്കെ, ഓട്ടോടോക്സിസിറ്റി, നെഫ്രോടോക്സിസിറ്റി ആണ്. അമിനോഗ്ലൈക്കോസിഡ് ഗ്രൂപ്പിൽ വരുന്ന മെഡിസിൻ ആണ് സ്ട്രെപ്റ്റോമൈസിൻ. അമിക്കേസിൻ അതെല്ലാം ഓട്ടോടോക്സിക് ആൻഡ് നെഫ്രോടോക്സിക് ആണ്. ഓക്കെ, അപ്പോൾ ഐസോനിയാസിഡ്, റിഫാംബിസിൻ, പൈറസിനമൈഡ് ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ട് ഹെപ്പാറ്റോടോക്സിസിറ്റി ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ളത് പെരിഫറൽ ന്യൂറോപ്പതിയാണ് ഐസോനിയാസിഡിൻ്റെ. അത് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ വൈറ്റമിൻ B6 കൊടുക്കും, അല്ലെങ്കിൽ പിരിഡോക്സിൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. റിഫാംബിസിൻ ഓറഞ്ച് ഡിസ്കളറേഷൻ ഉണ്ടാക്കും യൂറിൻ. എത്താംബ്യൂട്ടൽ ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ആണ് ഉണ്ടാക്കുന്നത്. പൈറസിനമൈഡ് ഹെപ്പാറ്റോടോക്സിസിറ്റി. പൈറസിനമൈഡ് കൊടുക്കുന്ന പേഷ്യൻറ്റ് നമ്മൾ LFT ചെക്ക് ചെയ്യണമെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്, ഹെപ്പാറ്റോടോക്സിസിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സ്ട്രെപ്റ്റോമൈസിൻ ഓട്ടോടോക്സിസിറ്റി ആസ് വെൽ ആസ് നെഫ്രോടോക്സിസിറ്റി ഉണ്ടാക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻ TB ട്രീറ്റ്മെൻറ്റ് കാർഡ് നെയിം ഓഫ് ദി ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ഇൻഡിക്കേറ്റ്സ്. ഓക്കെ, നെയിം ഓഫ് ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ എന്താണ് കാണിക്കുന്നത്? സെൻറ്റർ വെയർ ദി പേഷ്യൻറ്റ് ടേക്കിംഗ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഇതല്ലേ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, പക്ഷേ അങ്ങനെയല്ല. ഓപ്ഷൻസ് ഒന്നെങ്കിൽ പേഷ്യൻറ്റ് ഇനിഷ്യലി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലം, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഡയഗ്നോസ് ചെയ്ത് സെൻറ്റർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് എവിടെയാണോ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് നെയിം ഓഫ് ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഡീഫോൾട്ട് TB പേഷ്യൻസ്
ഹാസ് നോട്ട് ടേക്കൺ ആൻറ്റി ടി ബി ഡ്രഗ്സ് കൺസിക്വൻ്റ്ലി ഫോർ 2 months or more. ഓക്കെ, ഇങ്ങനെയുള്ള പേഷ്യൻസിനാണ് ഡീഫോൾട്ടഡ് ടി ബി പേഷ്യൻസ് എന്നുള്ള കാറ്റഗറി കൊടുക്കുന്നത്. 2 months ആയിട്ട് കൺസിക്യൂട്ടീവ്ലി ഫോർ 2 months or more ആയിട്ട് ആൻറ്റി ടി ബി ഡ്രഗ്സ് എടുക്കാത്ത പേഷ്യൻസിന് നമുക്കറിയാം യൂഷ്വലി ടി ബി ഡ്രഗ്സ് 6 months ഒക്കെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ട്യൂബർക്ലോസിസ് റിസർച്ച് സെൻറ്റർ ഇൻ ഇന്ത്യ ചെന്നൈയിലാണ്. ഓക്കെ, ഇന്ത്യയിലുള്ള ട്യൂബർക്ലോസിസ് റിസർച്ച് സെൻറ്റർ ചെന്നൈയിലും കേരളത്തിലുള്ളത് തിരുവനന്തപുരത്തുമാണ്. ഓക്കെ, കേരളത്തിലുള്ളത് തിരുവനന്തപുരത്തും ഇന്ത്യയിലുള്ളത് ചെന്നൈയിലുമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ട്യൂബർക്കുലിൻ ടെസ്റ്റ്. ട്യൂബർക്കുലിൻ ടെസ്റ്റിന് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പേഷ്യൻ്റ് പ്രയർ എക്സ്പോഷർ ടു മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ട്യൂബർക്ലോസിസ് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് പേഷ്യൻ്റ് നമ്മൾ ആൻറ്റിജനാണ് ഇൻജെക്ട് ചെയ്യുന്നത്, പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ് PPD ആണ് ഇൻജെക്ട് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ബോഡിയിൽ പ്രയർ എക്സ്പോഷർ ഉണ്ടെങ്കിൽ അവിടെ ആൻറ്റിബോഡി ഉണ്ടാകും, അപ്പോൾ റിയാക്ഷൻ ഉണ്ടായി ബ്ലബ് ഉണ്ടാകും. ഇതാണ് ട്യൂബർക്കുലിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 48 hours, യൂഷ്വലി 48 to 72 hours ആണ് മെഷർ ചെയ്യുന്നത് ട്യൂബർക്കുലിൻ. ഇത് ക്വസ്റ്റ്യൻ ആണ്. ട്യൂബർക്കുലിൻ ടെസ്റ്റ് 48 to 72 hours ആണ് റീഡ് ചെയ്യുന്നത്, കഴിയുമ്പോഴാണ് റീഡ് ചെയ്യുന്നത്. പിന്നെ വൺ സ്പ്യൂട്ടം പോസിറ്റീവ് പേഷ്യൻറ്റ് ക്യാൻ ഇൻഫെക്ട് 10 to 15% per year. ഓക്കെ, വൺ സ്പ്യൂട്ടം പോസിറ്റീവ് പേഷ്യൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വൺ സ്പ്യൂട്ടം പോസിറ്റീവ് പേഷ്യൻറ്റ് 10 to 15% per year ഇൻഫെക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ദെൻ RNTCP ക്യൂർ റേറ്റ് എത്രത്തോളം ഉണ്ട്? ക്യൂർ റേറ്റ് 80% ആണ് ക്യൂർ റേറ്റ്. ഓക്കെ, 100% അല്ല, 80% ആണ് ക്യൂർ റേറ്റ്. ഓക്കെ, ദെൻ MDR-TB എന്താണ്? മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB. ഏതൊക്കെ ഡ്രഗ്സിൻ്റെ റെസിസ്റ്റൻ്റ് ആകുമ്പോഴാണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB എന്ന് പറയപ്പെടുന്നത്? ഫസ്റ്റ് വൺ INH, ഐസോനിയാസിഡ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, INH ആൻഡ് റിഫാംബിസിൻ വിത്ത് ഓർ വിത്തൗട്ട് അതർ ഡ്രഗ്സ്. ഒന്നുകിൽ INH റിഫാംബിസിൻ അല്ലെങ്കിൽ അതർ ഡ്രഗ്സും കൂടെ ചേർന്നില്ല, അതിനെല്ലാം റെസിസ്റ്റൻ്റ് ആണെങ്കിൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB എന്ന് പറയും. ഓക്കെ, INH ഓർ റിഫാംബിസിൻ ഓർ വിത്തൗട്ട് അതർ ഡ്രഗ്സ്. നെക്സ്റ്റ് വൺ പ്രിവെൻറ്റീവ് കീമോതെറാപ്പി ഫോർ TB എക്സ്പോഷർ. അതായത് ഫോർ TB എക്സ്പോഷർ, TB പേഷ്യൻ്റുമായിട്ട് TB പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻ്റുമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന്. അതിനകത്ത് അഡൾട്ട്, ഓൾഡ് ഏജ് കാണും, പ്രഗ്നൻസി കാണും. അപ്പോൾ ആർക്കാണ് കൊടുക്കുന്നത്? ചൈൽഡ് ബിലോ 6 years കൊടുക്കേണ്ടത്. ചൈൽഡ് ബിലോ 6 years ഉള്ള പേഷ്യൻസിനാണ് പ്രിവെൻറ്റീവ് കീമോതെറാപ്പി കൊടുക്കേണ്ടത്. പേഷ്യൻസ് അല്ല, ചൈൽഡിന് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ സ്റ്റേറ്റ് TB സെൻറ്റർ ഓഫ് കേരള ഞാൻ നേരത്തെ പറഞ്ഞു, തിരുവനന്തപുരത്താണ്. ഓക്കെ, കോസേറ്റീവ് ഓർഗാനിസം ഓഫ് സ്മോൾ പോക്സ് ഈസ് വേരിയോള. ക്വസ്റ്റ്യൻ ആണ്. കോസേറ്റീവ് ഓർഗാനിസം ഓഫ് സ്മോൾ പോക്സ് വേരിയോള. ചിക്കൻ പോക്സ് വേരിസെല്ല സോസ്റ്റർ ആണ്. ചിക്കൻ പോക്സ് വേരിസെല്ല സോസ്റ്റർ. ഓക്കെ, ദെൻ ഡോമിസിലറി മിഡ്വൈഫറി. ഡോമിസിലറി മിഡ്വൈഫറി എന്ന് വെച്ചാൽ ഹോം കൺഫൈൻമെൻറ്റ്, അതായത് വീട്ടിൽ ഡെലിവറി എടുക്കുന്ന അതിനെയാണ് ഡോമിസിലറി മിഡ്വൈഫറി അല്ലെങ്കിൽ ഹോം കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ക്യാബീസ് ഈസ് എ സ്കിൻ ഡിസീസ് കോസ്ഡ് ബൈ. സ്ക്യാബീസ് എന്ന് പറയുന്ന സ്കിൻ ഡിസീസ് ഏത് ഓർഗാനിസം ഉണ്ടാക്കുന്നത്? ഇച്ച്മൈറ്റാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ്. സ്ക്യാബീസ് ഉണ്ടാക്കുന്നത് ഇച്ച്മൈറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ കോസേറ്റീവ് ഓർഗാനിസം ഓഫ് മംസ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നതാണ് പാരാമിക്സോ വൈറസ് ആണ്. ഓക്കെ, കോസേറ്റീവ് ഓർഗാനിസം ഓഫ് മംസ് ഈസ് പാരാമിക്സോ വൈറസ്. ഓക്കെ, ദെൻ പെർമനന്റ് ടെർമിനേഷൻ മെത്തേഡ് ഇൻ മെയിൽസ് ഈസ് വാസെക്ടമി. പെർമനന്റ് ടെർമിനേഷൻ മെത്തേഡ് ഇൻ മെയിൽസ് ഈസ് വാസെക്ടമി. ഓക്കെ, വാസെക്ടമി. ഫീമെയിൽസിനാകുമ്പോൾ ട്യൂബെക്ടമി ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. വിഷിംഗ് യു ഗുഡ് ലക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ.